ഞാൻ പറയുന്ന പോലെ എന്റെ കല്യാണം നടത്താൻ പറ്റുവാണെങ്കിൽ മതി എനിക്ക് കല്യാണം. അല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട. അത്ര തന്നെ. എന്റെ ഇടി ഒന്ന് പതുക്കെ പറ. അച്ഛൻ കേക്കും. കേക്കട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാല്. അപ്പുറത്ത് വിജയനയുടെ കല്യാണത്തിനെ കഴിഞ്ഞ മാസം നിങ്ങൾ എല്ലാരും കൂടി പോയതല്ലേ? എന്തു നല്ല കല്യാണമായിരുന്നു. 1500 പേരുടെ പരിപാടിയായിരുന്നു. എന്തൊരു സൂപ്പർ കാറ്ററിംഗ്, മണ്ഡപം, നല്ല AC ഓഡിറ്റോറിയം. കണ്ടാൽ തന്നെ അങ്ങോട്ട് കൊതിയാവും. നിങ്ങൾ പോയി കണ്ടതല്ലേ? അത്രയും കാശൊന്നും അച്ഛൻ്റെ അടുത്തില്ല മോളെ. കാശ് അച്ഛൻ ഉണ്ടാക്കണം. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? എവിടെ നിന്നുണ്ടാക്കണം എന്നാ നീ പറയുന്നത്? ഏ അച്ഛൻ പണിക്ക് പോകാനായിട്ട് എത്ര നാളായെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ കഴിഞ്ഞു പോകുന്നതെന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അച്ഛന് വയ്യാണ്ടായിട്ട് ഇപ്പൊ ഒരു 2 വർഷമല്ലേ ആയുള്ളൂ. അച്ഛൻ അറിയായിരുന്നല്ലോ മകളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. എന്റെ പൊന്നു കൊച്ചെ, നീ പറയുന്ന പോലെ നിന്റെ കല്യാണം അത്രയും ആർഭാടമായിട്ട് നടത്തണമെങ്കിൽ സ്വർണത്തിന്റെ ഇത് കൂടാതെ വീണ്ടും 5-6 ലക്ഷം രൂപ ഞങ്ങൾ വീണ്ടും വേറെ ഉണ്ടാക്കണം ഇനി. അത് എവിടെ നിന്നെടുത്ത് ഉണ്ടാക്കുമെന്ന് കൊച്ചു പറ. നിനക്ക് ഇത്രയും പ്രായമായതല്ലേ, നിനക്ക് അറിയത്തില്ല ഞങ്ങളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞതിനകത്ത് ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ കല്യാണം നടക്കണം.